എക്സാം എടുത്തു പലർക്കും അസിസ്റ്റന്റ് സെയിൽസ്മാൻ വരികയാണ്. ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളവർക്കും ഹോട്ട് ടോപ്പിക് ഏതാ ചോദിക്കാറുണ്ട് എക്കണോമിക്സിലെ, അല്ലേ? എക്കണോമിക്സിലെ ഹോട്ട് ടോപ്പിക്കുകളെയും ആ ഹോട്ട് ടോപ്പിക്കുകൾ മുഴുവനും നമുക്ക് കവർ ചെയ്യുകയും ചെയ്യാം വിത്ത് SCRT ഭാഗങ്ങളോട് കൂടിയിട്ട്. റെഡിയാണല്ലോ? അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ജോഗ്രഫിയും കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ എക്കണോമിക്സ് തുടങ്ങി വയ്ക്കുകയാണ്. അപ്പോൾ ആ എക്കണോമിക്സ് ക്ലാസ് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിനോടൊപ്പം എക്സാം കിട്ടും. ആ എക്സാം മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ട്സ് കിട്ടും. ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രഘുനന്ദൻ MB വിൻഡോസ് ജൂവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ക്ഷമാപണം, കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്ക് ക്ലാസ് വയ്ക്കാൻ പറ്റിയിട്ടില്ല. ഒട്ടനവധി പേഴ്സണൽ തിരക്ക് വന്നു. ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടല്ലല്ലോ, നമുക്ക് നമ്മുടെ റെഗുലർ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാൻ ബാലൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന അതിൻ്റെ ഒരു സീക്വൻസ് പോകുന്നുണ്ട്. നമ്മൾ 7ഓളം ക്ലാസ്സുകൾ കഴിഞ്ഞു. ഞാൻ 17 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ ഭരണഘടന പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ 7 ക്ലാസ് കഴിഞ്ഞു. ഇനി ഉള്ളത് നമുക്കതുപോലെ തന്നെ ജോഗ്രഫിയുടെ നമ്മുടെ ഒരു SCRT 10ാം ക്ലാസ്സിലെ പുതിയ 1, 2 പാഠങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചിരുന്നു. അത് രണ്ടും നമ്മൾ ഓഗസ്റ്റ് 9 ശേഷം, ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാം കഴിഞ്ഞ ഓഗസ്റ്റ് 9 ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ്റെ ലിങ്ക് താഴെയുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ അവിടെ നിന്ന് വന്നു. പിന്നീട് ആ ചോദ്യങ്ങളുടെ വിശദമായ വിശകലനത്തിലേക്കും നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ ഹോട്ട് ടോപ്പിക് ഏതാണ്? നമ്മൾ 59 ചോദ്യങ്ങളാണ് 9 എണ്ണത്തിൽ നിന്ന് വന്നത്. 9 എണ്ണത്തിൽ നിന്ന് 45 ചോദ്യങ്ങളല്ലേ എക്കണോമിക്സിൽ വരാൻ പാടുള്ളൂ. കാരണം മെയിൻസിന് 5 മാർക്കല്ലേ. പക്ഷേ 7 മാർക്കാണ് 8 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നത്. 8 അല്ല, 7 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നത്. അപ്പോൾ 7, 7, 49. ബാക്കി 2 എണ്ണത്തിൽ 5ഉം കൂട്ടിയിട്ട് 2, 5, 10, 59 ക്വസ്റ്റ്യൻസ് വന്നു. അവിടെ എക്കണോമിക്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ 40% ചോദ്യങ്ങൾ കൂടുതൽ വന്നിട്ടുണ്ട്. അത് ആദ്യം ഓർക്കുക. ഞാൻ കണ്ടെത്തിയത് ഒന്നാണ്, 5 മാർക്കിന് പകരം 7 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇത് നമ്മൾ ജോഗ്രഫി നോക്കുമ്പോൾ ജോഗ്രഫിയിൽ 5-ന് പകരം 6 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ജോഗ്രഫിയുടെ പ്രാക്ടീസ് ടെസ്റ്റ് ഇന്ന് കിട്ടും, നാളെ കിട്ടും നിങ്ങൾക്ക്. നാളെ നിങ്ങൾക്ക് രാവിലെ ആകുമ്പോഴേക്കും കിട്ടും. ഓക്കെ, അതുപോലെ എക്കണോമിക്സിൻ്റെ പ്രാക്ടീസ് ടെസ്റ്റ് നാളെ രാവിലെ ആകുമ്പോഴേക്കും കിട്ടും. പിന്നെ എക്സാം നമുക്ക് ജോഗ്രഫി എക്കണോമിക്സ് ഒന്നിച്ച് നടത്താം. അത് നാളെ വൈകുന്നേരമോ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലേക്കോ ഞാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടൻ തരാം. അപ്പം അത് ഉണ്ട്. ഇനി ഏതെല്ലാമാണ്? അതിൽ 14 ചോദ്യങ്ങൾ, 59-ൽ 14 ചോദ്യങ്ങൾ. ഏകദേശം എത്ര ശതമാനത്തിൻ്റെ അടുത്തെത്തി? 59-ൽ 14 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 25% അടുത്തെത്തി. ആ 25%-ഓളം ചോദ്യങ്ങൾ ഇന്ത്യയുടെ ആസൂത്രണം, നീതി ആയോഗ്, പഞ്ചവത്സര പദ്ധതികൾ, ഇത് 3 നമുക്ക് ഇന്ന് കവർ ചെയ്യാം. കാരണം അതൊരു ഹോട്ട് ടോപ്പിക് ആണല്ലോ. ഇത് 3 കവർ ചെയ്യാം. ബാക്കിയുള്ളതോ? ഇനിയുള്ളത് ഏതാണ്? അതിൽ ഞാൻ പറഞ്ഞുതരാം, അത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യും. അതായത് SCRT പാഠഭാഗങ്ങൾ, ഈ ചോദിച്ച 14 ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും. ഓക്കെ, ഇനി ഉയർന്ന പ്രാധാന്യമുള്ള വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് ഹരിത വിപ്ലവമാണ്. അതുപോലെ തന്നെ പദ്ധതികളും സർക്കാർ പരിപാടികളും, ഇത് രണ്ടിനും കൂടി 14 ചോദ്യം വന്നിട്ടുണ്ട്. 14-ഉം 14-ഉം 28 എന്ന് പറഞ്ഞാൽ പകുതിയോളം ചോദ്യങ്ങൾ 3 ടോപ്പിക്കിൽ നിന്നാണ്. ഇത് പഠിക്കാതെ നിങ്ങൾ പോരുത്. ആസൂത്രണം, അതുപോലെ തന്നെ നീതി ആയോഗ്, അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾ. പിന്നെ ഏതാ? ഹരിത വിപ്ലവം, അനുബന്ധ കാർഷിക വിപ്ലവങ്ങൾ, പദ്ധതികളും സർക്കാർ പരിപാടികളും, 1991-ലെ സാമ്പത്തിക പരിഷ്കരണം, LPG പാഠപുസ്തകത്തിലെ ഒരു ഭാഗം. പക്ഷെ ഇത് +2-ലേക്കും കൂടി കടന്നു പോകുന്നുണ്ട്. എക്കണോമിക്സിന്റെ സ്കോപ്പ് എടുക്കുമ്പോൾ അവിടുന്ന് 7 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ബാങ്കിങ്, ധനകാര്യ സ്ഥാപനങ്ങളാണ്. ചെറിയൊരു ഭാഗമാണ് ബാങ്കിങ്, ധനകാര്യ സ്ഥാപനങ്ങൾ. അതിൽ നിന്ന് 6 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി മറ്റു വിഭാഗങ്ങളിൽ കൂടി, ഇപ്പം കൃഷി, സമ്പൽ വ്യവസ്ഥ, കാർഷിക ഉൽപാദനം, നമ്മുടെ ഇന്ത്യയുടെ ഇതെന്താണ്, ചോളം ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണ്, പഞ്ചസാരയിൽ എന്താണ് സംസ്ഥാനങ്ങളുടെ സ്ഥാനം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതുപോലെ തന്നെ സമ്പൽ വ്യവസ്ഥയിൽ കൃഷിയുടെ പങ്കിനെ കുറിച്ചൊരു ചോദ്യം. മറ്റുള്ളവയിൽ ജനസംഖ്യാ കണക്കെടുപ്പ്, രോഗഭാരം മുതലായിട്ടുള്ള സാമൂഹിക ജനസംഖ്യാപരമായ സൂചികകൾ. ഓക്കെ, സൂചികകളിൽ നിന്ന് ആകെ ഒരു ചോദ്യമാണ് ഈ 59-ൽ നിന്ന് വന്നിട്ടുള്ളത്. ഇപ്പം സൂചികകൾ നമ്മൾ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നതാണെങ്കിൽ പോലും ആകെ ഒരു ചോദ്യമാണ് നമുക്ക് എക്കണോമിക്സിൽ ഉൾപ്പെടുത്തി പഠിക്കാനുള്ളത്. പക്ഷെ അത് പഠിച്ചിരിക്കണം. GDP കണക്കാക്കുന്നത് ആര്? പ്രത്യക്ഷ നികുതി. പിന്നെ ഭരണവും പൊതുഭരണവും, അതിൽ നിന്ന് 3 ചോദ്യമാണ്. ആരാണ് ധനകാര്യമന്ത്രി? പിന്നെ ഒരുപാട് ധനകാര്യമന്ത്രിമാരുടെ പേര് തന്നിട്ട് അതിൽ ആരൊക്കെയായിരുന്നു ധനകാര്യമന്ത്രിമാർ?
ബജറ്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം, അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് 2 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. പക്ഷെ അത് കുറഞ്ഞ പ്രാധാന്യമുള്ള വിഭാഗമായിട്ട് ഞാൻ അറിയാതെ ചേർത്തതാണ്. വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ, അത് നമുക്ക് വേഗം പഠിച്ചെടുക്കാം. സാമ്പത്തിക ആശയങ്ങളും സിദ്ധാന്തങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് പലപ്പോഴും. പക്ഷേ 59 ചോദ്യത്തിന് 2 ചോദ്യമാണ്. സാമ്പത്തിക മേഖലകളും വർഗീകരണവും, ഉൽപാദന മേഖല, സേവന മേഖല തുടങ്ങിയതുണ്ടല്ലോ, അതിന് 2 ചോദ്യം. അത് വിചാരിച്ചിട്ട് ഒന്നും ഒഴിവാക്കണ്ട, ഇതൊക്കെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയി അതിന് SCERT പാഠഭാഗത്തോടു കൂടി പഠിക്കാം. ഏറിക്കൂടിയ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ക്ലാസ് അതോടുകൂടി ഞാൻ തീർത്തരാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ സിലബസിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട്. ആസൂത്രണം, നീതി ആയോഗ്, പഞ്ചവത്സര പദ്ധതികൾ, ഹരിത വിപ്ലവം, സർക്കാരിന്റെ പദ്ധതികൾ, 1991 സാമ്പത്തിക പരിഷ്കരണം, ബാങ്കിങ്, കൃഷി. ഇത് പഠിക്കാതെ നിങ്ങൾ പോകണ്ട. ഇത് നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്യും. മാത്രമല്ല ഈ 59 ചോദ്യങ്ങളും നമുക്ക് ആഴത്തിൽ പഠിച്ചുകൊണ്ടാണ് പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഹരിത വിപ്ലവത്തിലേക്ക് കടക്കാം, അല്ല പഞ്ചവത്സര പദ്ധതികളിലേക്ക് കടക്കാം. ഇപ്പൊ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുമ്പോൾ, പഞ്ചവത്സര പദ്ധതികളെ നമ്മൾ എടുക്കുമ്പോൾ, പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ആസൂത്രണത്തിന്റെ ചരിത്രം പഠിക്കണം. ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. അപ്പൊ ഇനി ചോദിക്കില്ലേ? ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്, വളരെയധികം സാധ്യതയുണ്ട് ഇനി ചോദിക്കാൻ. അതെന്താ ഞാൻ അങ്ങനെ പറയാനുള്ള? പഴയ കാലത്ത് ധാരാളം ചോദിച്ചിട്ടുണ്ട്. ആസൂത്രണത്തിന്റെ ചരിത്രം നിങ്ങൾ 1934 തുടങ്ങണം, അല്ലേ? അപ്പൊ 1929 തുടങ്ങും. ശരിക്കും നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൊല്ലാണ്, അല്ലെ? 1929 ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിക്കൊണ്ടുള്ള ലാഹോർ സമ്മേളനം. അതുപോലെ തന്നെ 1934 ഒരു പ്രത്യേകത, അത്രമാത്രം പ്രത്യേകത ഇല്ലെങ്കിലും, അവിടെ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയിൽ ആസൂത്രണത്തിന്റെ തുടക്കം അവിടെ നിന്നാണ്. എന്താണ് ആ പുസ്തകത്തിന്റെ പേര്? 34 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പേര്, 34 എന്നുള്ള വർഷം നിങ്ങൾ ഓർത്തു വെക്കേണ്ട. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ, മറന്നു പോകരുതേ. ആരാ രചിച്ചത്? M. വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിനെയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ പദ്ധതികൾ എങ്ങനെയാണ് ആസൂത്രണം ചെയ്യേണ്ടത്, അത് ഇന്ത്യയുടെ അവസ്ഥ വെച്ചുകൊണ്ട് ആദ്യം തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. എഞ്ചിനീയറിംഗിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ M. വിശ്വേശ്വരയ്യയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് എഞ്ചിനീയറിംഗ് ഡേ ആയിട്ട് ഇന്ത്യയിൽ ആഘോഷിക്കുന്നത്. അപ്പൊ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? M. വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. അപ്പൊ നോക്കൂ, ഓർത്തു വെക്കാനും എളുപ്പമാണ്. നമ്മൾ ഈ വിചാരിക്കുന്ന പ്രശ്നമില്ല. വിശ്വേശ്വരയ്യയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? വിശ്വേശ്വരയ്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എഴുതിയ ബുക്ക് ഏതാണ്? ആ ബുക്ക് മറന്നു പോകരുത്. ആ ബുക്ക് പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ. എന്താണ് ആ ബുക്കിന്റെ പേര്? പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ. അദ്ദേഹത്തെയാണ് ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ്. നോക്കൂ, ആ പ്ലാന്റിലുണ്ട് ആസൂത്രണം. ഇപ്പൊ വിശ്വേശ്വരയ്യ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഓർക്കേണ്ട ഒരു പേരാണ്. എക്കണോമിക്സ് ഓർക്കുമ്പോ നമ്മൾ ചോർച്ചാ സിദ്ധാന്തത്തെ ഓർക്കണം. അവിടെ നമ്മൾ ഓർക്കേണ്ടത് ആരെയാണ്? ദാദാഭായ് നവറോജിയെയാണ്. പക്ഷെ ആസൂത്രണത്തെ ഓർക്കുമ്പോൾ ആസൂത്രണത്തിന്റെ പിതാവായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ആരെയാണ്? M. വിശ്വേശ്വരയ്യ. കൊല്ലം ഓർക്കണ്ട, കൊല്ലം പ്രാധാന്യമില്ല, ചോദിക്കില്ല. ഞാൻ അതിനോടൊപ്പം കൊല്ലം അവിടെ ചേർത്തു എന്നില്ല. ഇത് രണ്ടും ഓർക്കുക. ആസൂത്രണത്തിന്റെ പിതാവാണ് M. വിശ്വേശ്വരയ്യ എന്നുള്ളത് ഓർക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ദേശീയ ആസൂത്രണ സമിതി. ദേശീയ ആസൂത്രണ സമിതിയാണ്. നല്ല ശ്രദ്ധിക്കണം ആ വാക്ക്. ആസൂത്രണ കമ്മീഷൻ ഉണ്ട്, പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ വേറെ, ആസൂത്രണ സമിതി വേറെ. പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടാകുന്നത് 1950 മാർച്ച് 15 അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. അതിനുശേഷമാണ് ആസൂത്രണ കമ്മീഷൻ വരുന്നത്. പക്ഷെ ആസൂത്രണ സമിതിയെ ചോദിച്ചാൽ അത് ആസൂത്രണ കമ്മീഷനിൽ നിന്ന് മാറിയ ഒരു സാധനമാണ്. കാരണം ഇന്ത്യയിൽ ഭരണഘടന ഉണ്ടാകാൻ തുടക്കമിടുന്നത് 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്ന് 1946 ഡിസംബർ 9 ആദ്യ യോഗം ചേരുമ്പോഴല്ല, അതിനു മുന്നേ തന്നെ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ എങ്ങനെയായിരിക്കണം ആസൂത്രണം എന്നുള്ളതിനെ കുറിച്ച് ദീർഘമായ ചർച്ചകൾ അന്നത്തെ ദേശീയ കക്ഷിയായ കോൺഗ്രസിൽ നടന്നിട്ടുണ്ട്.
ആ കക്ഷി ഒരു സമിതി ഉണ്ടാക്കി, അതാണ് ആസൂത്രണ സമിതി. അത് കൊല്ലം ഓർക്കണം, ചോദിക്കാറുണ്ട്. 1938 സുഭാഷ് ചന്ദ്രബോസ് മുൻകൈയെടുത്താണ് അങ്ങനെയൊന്നും എടുക്കുന്നത്. അതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പൊ നോക്കൂ, ജവഹർലാൽ നെഹ്റുവിനെ ഓർക്കുമ്പോൾ എവിടെയൊക്കെ അധ്യക്ഷനായിരുന്നു? 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ്. പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചു. 1938 ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കുമ്പോൾ അതിന്റെ അധ്യക്ഷനും ജവഹർലാൽ നെഹ്റുവാണ്. അതിന്റെ അധ്യക്ഷനും ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. അപ്പൊ എന്താണ് പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ? അത് കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? ദേശീയ ആസൂത്രണ സമിതി. അത് 1938 അപ്പൊ മറന്നു പോകണ്ട, ഈ രണ്ട് ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു പോവുകയും ചെയ്ത് ഇത് രണ്ടും ഓർത്തിരിക്കണം. ഇത് നിങ്ങളെ റാങ്കിൽ മുന്നിലെത്തിക്കുന്ന ഒരു പോയിന്റാണ്. എന്താണത്? ദേശീയ ആസൂത്രണ സമിതി. ദേശീയ ആസൂത്രണ സമിതി, ദേശീയ ആസൂത്രണ സമിതി അത് വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. 1938 എന്നാൽ ഇതേ സാധനം തന്നെ ദേശീയ ആസൂത്രണ കമ്മീഷൻ ആയിട്ട് മാറുമ്പോൾ ദേശീയ ആസൂത്രണ കമ്മീഷൻ അത് 1950 മാർച്ച് 15 ഓർത്തിരിക്കുക, അത് രണ്ടും മാറിപ്പോകരുത്. ഇനി നോക്കൂ, ദേശീയ ആസൂത്രണ സമിതിയിലെ മാത്രമല്ല, ജവഹർലാൽ നെഹ്റുവിനെ ഓർക്കുമ്പോൾ നിങ്ങൾ 1929 എന്ത് പൂർണ്ണ സ്വരാജ് പ്രമേയം എവിടെയാ? ലാഹോർ. അതും ഓർത്തിരുന്നുകൊള്ളൂ, വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ആമുഖം, ഭരണഘടനയുടെ ആമുഖം ജവഹർലാൽ നെഹ്റുവാണ്. അതിനുവേണ്ടി ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. എന്നാൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 ഭരണഘടനാ ക്ലാസ്സിൽ നമ്മളത് കഴിഞ്ഞതാണ്. അപ്പൊ ഇത് ഓർത്തിരിക്കുക, ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പോ ഇത് ഇവിടെ ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ എങ്ങനെ വേണം പദ്ധതി എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന 38 ഒരു ദേശീയ ആസൂത്രണ സമിതി വന്നിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് എം വിശ്വേശ്വരയ്യ പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പക്ഷെ 1944 ബോംബെയിലെ ചില വ്യവസായികൾ ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എങ്ങനെയായിരിക്കണം ആസൂത്രണം എന്നുള്ളതിനെ കുറിച്ച് 8 പ്രമുഖ വ്യവസായികൾ ചേർന്നുകൊണ്ട് ഒരു ബോംബെ പദ്ധതി തയ്യാറാക്കി. 1944 ആ പദ്ധതിയാണ് പിന്നീട് നെഹ്റു സ്വീകരിക്കുന്നത്, ബോംബെ പദ്ധതി. എന്നാൽ 44 തന്നെ ഗാന്ധിയനായിട്ടുള്ള നാരായൺ അഗർവാൾ, ആ നാരായൺ അഗർവാള്, ശ്രീമൻ നാരായൺ അഗർവാളിന്റെ നേതൃത്വത്തിൽ ഗാന്ധിയൻ പദ്ധതിയും വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ഗാന്ധിയൻ പദ്ധതി ചിലപ്പോൾ പ്രായോഗികത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ഒരു ആധുനിക ഇന്ത്യക്ക് നല്ല മഹത്വമായ ആശയങ്ങളായിരിക്കാം, പക്ഷെ രാജ്യത്തിന് നടപ്പാക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം നടപ്പായില്ല. അത് ഗാന്ധിയൻ പദ്ധതികളൊക്കെ തന്നെ ഇപ്പൊ നോക്കൂ, നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിലല്ല ഗാന്ധിയൻ ആശയങ്ങൾ വരുന്നത്. നിങ്ങൾക്കറിയാം അത് എവിടെയാണ് വരുന്നത്? അത് നിർദ്ദേശക തത്വങ്ങളിലാണ്. ഇപ്പൊ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ലിബറൽ ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങളൊക്കെ തന്നെ ഭരണഘടനയുടെ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളിലാണ്. അതുപോലെ ഗാന്ധിയൻ പദ്ധതി നാരായൺ അഗർവാൾ രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് എവിടെ വന്നിട്ടില്ല. അതല്ല നടപ്പിലാക്കിയത്, ബോംബെ പദ്ധതി വ്യവസായികളുടെ പദ്ധതിയാണ്. അതുപോലെ തന്നെ 1945 ആകുമ്പോൾ പീപ്പിൾസ് പ്ലാൻ വരുന്നുണ്ട്, ജനകീയ പദ്ധതി. ഇന്ത്യക്ക് ആദ്യമായി ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ട എം.എൻ. റോയ്, ഇന്ത്യക്ക് ആദ്യമായി ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയാണ് എം.എൻ. റോയ്. ഇന്ത്യക്ക് ആദ്യമായി ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെടുന്ന സംഘടന സ്വരാജ് പാർട്ടിയാണ്. മോത്തിലാൽ നെഹ്റുവിന്റെയും ചിത്തരഞ്ജൻ ദാസിന്റെയും നേതൃത്വത്തിലുള്ള സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ആദ്യമായി ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അതേ ഞാൻ പറയാനുള്ള കാരണം, ഇന്ത്യൻ ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി എം.എൻ. റോയിയാണ്. എം.എൻ. റോയി 1945 ഒരു ജനകീയ പദ്ധതിയും ആളുകളുടെ മുന്നിലേക്ക് വെച്ചു, പീപ്പിൾസ് പ്ലാൻ. അതിൽ ഗ്രാമീണ മേഖല, കാർഷിക ഉൽപാദനം, തൊഴിലാളികളുടെയും കർഷകരുടെയും അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ ഉൾക്കൊണ്ട ഒന്നാണത്. ഓർക്കണം കേട്ടോ, ഇതൊക്കെ പ്രസ്താവന ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ഞാൻ തമാശയ്ക്ക് പറയണതല്ല. ഗ്രാമീണ മേഖല,
കാർഷിക മേഖല, കാർഷിക ഉൽപാദനം, തൊഴിലാളികളുടെയും കർഷകരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ, ഇതൊക്കെ പറയുക കമ്മ്യൂണിസ്റ്റുകാരാണ്. സ്വാഭാവികമായി എം എൻ റോയ് എന്ന് കമ്മ്യൂണിസ്റ്റുകാരനാണ്. പിന്നീട് റാഡിക്കൽ ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചേരുന്നുണ്ട്. അപ്പൊ പീപ്പിൾസ് പ്ലാൻ ആരാ രൂപകർത്താവ്? എം എൻ റോയ്. അപ്പോൾ പീപ്പിൾസ് പ്ലാനിന്റെ ഭാഗമായിട്ടുള്ള എം എൻ റോയ്, ഗാന്ധിയൻ പ്ലാനിന്റെ ഭാഗമായിട്ടുള്ള എസ് അഗർവാൾ, എസ് നാരായൺ അഗർവാൾ, അതുപോലെ തന്നെ ബോംബെ പദ്ധതി. ഇപ്പൊ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള നെഹ്റു എന്തുകൊണ്ട് ബോംബെ പദ്ധതിയെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് പ്രായോഗികം എന്നുള്ളത് കൊണ്ടായിരിക്കാം. അല്ലാതെ നെഹ്റുവിന് ഗാന്ധിയൻ പദ്ധതിയോടോ പീപ്പിൾസ് പ്ലാനിനോടോ പ്രത്യേകം എന്തെങ്കിലും ദേഷ്യം ഉണ്ടായതുകൊണ്ടായിരിക്കില്ല. നമുക്ക് ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, നടപ്പിലാക്കാൻ സാധിക്കണ്ടേ. ചോദ്യം, ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകാൻ എം എൻ റോയ് ആവിഷ്കരിച്ച പദ്ധതി ഏത്? പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഉത്തരം ഏതാണ്? ജനകീയ പദ്ധതി. 1938 പ്രത്യേകത നിങ്ങൾക്കറിയാം. 1938 ആസൂത്രണ സമിതി രൂപവൽക്കരിച്ചത്. 10 വർഷം കഴിഞ്ഞപ്പോൾ 1948 വ്യാവസായിക നയപ്രഖ്യാപനം നടന്നു. വ്യാവസായിക നയപ്രഖ്യാപനം. പിന്നീട് വരുന്നത് ആസൂത്രണ കമ്മീഷനാണ്. 1950 മാർച്ച് 15 രൂപപ്പെട്ടു. അപ്പൊ നോക്കൂ, നാൾ വഴികൾ നമ്മളൊന്ന് നോക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തെല്ലാം ഓർമ്മയിലുണ്ട് എന്നുള്ളത് ഒന്നോർത്ത് നോക്കൂ എന്നോടൊപ്പം. യെസ്, ഒരു പേനയും പേപ്പറും എടുത്തിട്ട് എപ്പോഴും യൂട്യൂബ് ക്ലാസ് കാണുക. നോട്ട് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങളുടേതായ ഇതിൻ്റെ നോട്ട് ഞാൻ വിശദമായത് തരും, പക്ഷെ നിങ്ങളുടേതായ ഒരു നോട്ട് ഉണ്ടാവുന്നത്. എന്താണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത്? ആദ്യം ഓർക്കേണ്ടത് ആസൂത്രണത്തിന്റെ പിതാവ് വിശ്വേശ്വരയ്യ, അദ്ദേഹത്തിന്റെ പ്ലാൻഡ് ഇക്കണോമി ഓഫ് ഇന്ത്യ. അത് കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടത് 1938 അത് ആസൂത്രണ സമിതിയാണ്, മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ആസൂത്രണ സമിതി, ജവഹർലാൽ നെഹ്റു അധ്യക്ഷൻ 1938, പക്ഷെ കമ്മീഷൻ വരുന്നത് 1950 മാർച്ച് 15 ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷമാണ്. അപ്പൊ 38 കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്നിട്ടില്ല. 38 കഴിഞ്ഞ് 1944, അവിടെ വർഷം പ്രധാനമല്ല, ചോദിക്കാറില്ല, പക്ഷെ വർഷം ജസ്റ്റ് കേട്ടിരുന്നോളൂ. 44. ആ 44 2 പ്ലാനുകൾ. ഒന്ന് ബോംബെ പ്ലാൻ, അതാരാ അവതരിപ്പിച്ചത്? ബോംബെയിലെ വ്യവസായികൾ. മറ്റൊരു പ്ലാൻ ഏതാണ്? മറ്റൊന്ന് ഗാന്ധിയൻ പ്ലാൻ, അതാരാണ് അവതരിപ്പിച്ചത്? അത് നാരായൺ അഗർവാൾ ആണ്, SN അഗർവാൾ ആണ്. ഗാന്ധിയൻ പ്ലാൻ. ഇനി നമ്മൾ അറിയാം 45 മറ്റൊരു പ്ലാനും കൂടി ഉണ്ട്. ആ പ്ലാൻ ഏതാണ്? അത് പീപ്പിൾസ് പ്ലാൻ. എന്താണ് അതിന്റെ പേര്? പീപ്പിൾസ് പ്ലാൻ വരുന്നുണ്ട്. അത് ആരാണ്? എം എൻ റോയ് ആണ്. ജനകീയ പദ്ധതി. ഇങ്ങനെ പ്ലാനുകൾ അവതരിപ്പിച്ചു. എന്നാൽ ഇനിയൊരു കൊല്ലം ഓർക്കണം. 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ വ്യാവസായിക നയം ആദ്യമായിട്ട് പ്രഖ്യാപിച്ചു. വ്യാവസായിക നയം പ്രഖ്യാപിച്ചു. അപ്പൊ 1938 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ആസൂത്രണ സമിതി, അതോർക്കണം, ആസൂത്രണ സമിതി. 1948 വ്യാവസായിക നയം. 1950 മാർച്ച് 13 നമ്മൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷൻ എത്ര കാലം നിലനിന്നു? 2014 ഓഗസ്റ്റ് 13 വരെ നിലനിന്നു. ഇപ്പം മാർച്ച് 15 തുടങ്ങി 2014 ഓഗസ്റ്റ് 13 വരെ എന്തുണ്ടായിരുന്നു? ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് PSC പരീക്ഷയിൽ ധാരാളം ചോദിക്കും. പിരിച്ചുവിട്ടു ചാലും 2014 ആഗസ്റ്റ് 13 അത് അവസാനിച്ചു ചാലും ഇന്ത്യയുടെ പുരോഗതിക്ക് വളരെ പ്രധാന പങ്ക് വഹിച്ച ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയനിലെ ദേശീയ ആസൂത്രണ മാതൃകയാണ് നമ്മൾ സ്വീകരിച്ചത്. സോവിയറ്റ് യൂണിയനിൽ നിന്ന് നമ്മൾ എന്തു സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന്, മൗലിക കർത്തവ്യങ്ങൾ. ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കർത്തവ്യങ്ങൾ നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ആസൂത്രണം, കേന്ദ്രീകൃത ആസൂത്രണം, നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ, ഇതെല്ലാം തന്നെ കടം കൊണ്ടിട്ടുള്ളത് നമ്മൾ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഇന്നത്തെ റഷ്യക്ക് പകരമുള്ള
റഷ്യ അടക്കമുള്ള വിശാലമായ ഒരു പ്രദേശമുള്ള കുറേ ഇന്നത്തെ രാജ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്നു, രാജ്യമായിരുന്നു. ആസൂത്രണ കമ്മീഷൻ രൂപീകരണത്തിന് ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ദേശീയ ആസൂത്രണ മാതൃകയാണ്? സോവിയറ്റ് യൂണിയൻ. എന്തായിരുന്നു ഈ ആസൂത്രണ സമിതിയുടെ ഘടന? അധ്യക്ഷൻ, പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ പ്രധാനമന്ത്രി. അതിന് നിങ്ങൾ ഓർക്കൂ, ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷന്മാരാ? അതും ജവഹർലാൽ നെഹ്റു ആണ്. സമിതി വരുമ്പോ അത് 38-ലാണ്. പ്രധാനമന്ത്രി കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങൾ ഉണ്ടായിരിക്കും. ചോദിച്ചിട്ടില്ലെങ്കിലും വരാം. ചില അംഗങ്ങൾ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളാണ്. പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത് ആര്? ആസൂത്രണ കമ്മീഷനാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിനും മിശ്ര സമ്പൽ വ്യവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ. ഇപ്പൊ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ ആസൂത്രണം തെരഞ്ഞെടുത്തതെങ്കിലും സോവിയറ്റ് യൂണിയൻ ഒരു സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥയാണ്, ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ്. ഉൽപാദനോപാധികളുടെ ഉടമസ്ഥത ആർക്കാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ സമ്പൽ വ്യവസ്ഥകൾ 3ആണ്: മുതലാളിത്ത സമ്പൽ വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥ, മിശ്ര സമ്പൽ വ്യവസ്ഥ. ഇന്ത്യയുടെ ഇതൊരു മിശ്ര സമ്പൽ വ്യവസ്ഥയാണ്. സോവിയറ്റ് യൂണിയൻ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ ഇന്ത്യയുടെ ജനാധിപത്യത്തിനും മിശ്ര സമ്പൽ വ്യവസ്ഥയ്ക്കും അനുരൂപമാകുന്ന വിധത്തിൽ സോവിയറ്റ് റഷ്യയിൽ നിന്ന് നമ്മളത് കടം കൊണ്ടു. മുഴുവനായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950. PSC ചോദ്യമാണ്. 2014 ആഗസ്റ്റ് 13 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കി. അപ്പൊ ആസൂത്രണ കമ്മീഷനുമായി നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആസൂത്രണ കമ്മീഷനുമായി നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണത്? ആസൂത്രണ കമ്മീഷനുമായി നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം ഒന്ന്, വന്നത് 1950 മാർച്ച് 15, അവസാനിച്ചത് 2014 ആഗസ്റ്റ് 13. അതിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ അധ്യക്ഷൻ മറന്നു പോകണ്ട, ജവഹർലാൽ നെഹ്റു. അവസാനത്തെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അന്നത്തെ പ്രധാനമന്ത്രി, അവസാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പൊ തുടങ്ങിയത് 1950 മാർച്ച് 15, അവസാനിച്ചത് എന്നാണ്? അവസാനിച്ചത് മറന്നു പോകരുത്, 2014 ആഗസ്റ്റ് 13. ഓക്കെ, അത്രയും നിങ്ങൾ ഓർത്തിരിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി വരുന്നതാണ് നീതി ആയോഗ്. അങ്ങനെ 2014 ആഗസ്റ്റ് 13 അവസാനിച്ചു വെച്ചാലും നീതി ആയോഗ് 2015 മുതൽ തുടങ്ങുന്നു. 2015 ജനുവരി 1 മുതൽ നീതി ആയോഗ് വന്നു ആസൂത്രണ കമ്മീഷന് പകരം. അതിന്റെ പൂർണ്ണനാമം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. നീതി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. ആസൂത്രണ കമ്മീഷന് പകരമായി രൂപം കൊണ്ട ഒരു സംവിധാനമാണ്, ഒരു തിങ്ക് ടാങ്ക് ആണത്, ഒരു തിങ്ക് ടാങ്ക് ആണ്. സോ ഓർക്കേണ്ട ചോദ്യം എന്താണ്? നീതി ആയോഗ്. നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത്? നീതി ആയോഗ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. 2015 ജനുവരി 1 നീതി ആയോഗ്. എന്താണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം? നീതിയിൽ N എന്ന് പറയുന്നത് നാഷണൽ അല്ലേ? അപ്പൊ അവിടെ N ആയി. ഇനി I ഉണ്ട്. I എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ? ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്താ? ട്രാൻസ്ഫോമിംഗ്. T എന്ന് പറയുന്നത് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇതാണ് നീതി എന്ന് പറഞ്ഞാൽ NITI. ഇതൊരു തിങ്ക് ടാങ്ക് കൂടിയാണ്. ഓർത്തിരിക്കുക പദം, ഇത് ഒരു തിങ്ക് ടാങ്ക് കൂടിയാണ്. ഒരു തിങ്ക് ടാങ്ക് കൂടിയാണ്. അപ്പോ ഇതാണ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഡേറ്റ്, അതിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? അതിന്റെ ആദ്യത്തെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. കാരണം അതിന്റെയും ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്?
നീതി ആയോഗ് നിലവിൽ വന്നതെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ 9 ചോദ്യപേപ്പർ എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ഇത് മുഴുവൻ SCERT ബുക്കിലുള്ളതാണ്, ചോദ്യങ്ങളല്ല. ഇതിൻ്റെ ഉത്തരങ്ങളും കണക്റ്റഡ് ഫാക്ട്സും ഞാൻ പറയണത് അതൊക്കെ തന്നെ പഴയതിലും പുതുതിലും ചേർത്തേണ്ടതൊക്കെ പഴയത് തന്നെ ഉണ്ട്. 2015 അതിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനും പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷനാരാ? നരേന്ദ്രമോദി. ഇദ്ദേഹമാണത് നിർത്തലാക്കിയത്. ഇനി എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുണ്ട് ഇതില്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുണ്ട്. ഇവർ രണ്ടും ഉണ്ട് ഇതിലെ ഭരണസമിതി അംഗങ്ങൾ. പ്രധാന സ്ഥാനധാരികൾ ആരാ? ഉപാധ്യക്ഷനെ പ്രധാനമന്ത്രി നിയമിക്കും. പിന്നെ സ്ഥിരം അംഗങ്ങളുണ്ട്. അനൗദ്യോഗിക അംഗങ്ങൾ പ്രധാനമന്ത്രി നിയമിക്കുന്ന 5 കേന്ദ്രമന്ത്രിമാർ. ഓർത്തിരിക്കണം നന്നായിട്ട്. ഉപാധ്യക്ഷൻ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ആളുണ്ടായിരിക്കും, സ്ഥിരം അംഗങ്ങൾ ഉണ്ടായിരിക്കും, അനൗദ്യോഗിക അംഗങ്ങളായി പ്രധാനമന്ത്രി നിയമിക്കുന്ന 5 കേന്ദ്രമന്ത്രിമാരുണ്ടായിരിക്കും. സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് CEO ഉണ്ടായിരിക്കും. പ്രധാന സർവകലാശാലകളിലെയും ഗവേഷണ സ്ഥാപനങ്ങളിലുള്ളവരെയും നിയമിക്കുന്നു. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? ഇത് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷനെ മാറ്റി സ്ഥാപിച്ചു. അവിടെ നിന്ന് നമുക്ക് കിട്ടി നീതി ആയോഗ്. ഇതിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഇതൊരു തിങ്ക് ടാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു. നീതി ആയോഗാണ്. നീതി ആയോഗിന്റെ പ്രധാന സംരംഭങ്ങൾ അത് ടെക്സ്റ്റ് ബുക്കിലില്ല, ചോദിച്ചു. ഒന്ന്, അടൽ ഇന്നോവേഷൻ മിഷൻ. അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, ഇന്നോവേഷൻ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക. ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലകളുടെ സാമൂഹിക സാമ്പത്തിക വികസനം മെച്ചപ്പെടുത്തുക. കോമ്പസിറ്റ് വാട്ടർ മാനേജ്മെന്റ് ഇൻഡെക്സ്, സംസ്ഥാനങ്ങളിലെ ജല മാനേജ്മെന്റ് പ്രകടനം വിലയിരുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും ഒരു പ്രയാസവുമില്ല. അടൽ ഇന്നോവേഷൻ മിഷൻ ഇന്നോവേഷൻ ആണ്. അപ്പൊ രാജ്യത്ത് ഇന്നോവേഷൻ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക. അവിടെ ഒന്നിന് എ തന്നെയാണ് ആൻസർ. ഇനി ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം നോക്കൂ. ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഇവിടെ ജില്ല, ഇവിടെ തന്നെ വരുന്നുള്ളൂ. 2 B ആണ്. 3, കോമ്പസിറ്റ് വാട്ടർ മാനേജ്മെന്റ്, ജല മാനേജ്മെന്റ്. ഇതിനൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഉത്തരം കൊടുക്കാൻ പറ്റാവുന്ന ഒരു ചോദ്യമാണ്. ഇത് കണ്ടിട്ടൊന്നും ഞെട്ടിവിടരുത്. ചിലപ്പോൾ ഇതുപോലത്തെ ലളിതമായ ചോദ്യമാണ്. പഠിച്ചു പോയിട്ടില്ലെങ്കിലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. 1 A, 2 B, 3 C ആണ് അതിന് ഉത്തരം. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? അതുകൊണ്ട് തന്നെ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ തോന്നുന്നു ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നയപരമായ ഉപദേശങ്ങൾ നൽകുക. കറക്റ്റാണ്. ഇത് നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നയപരമായ എന്ത് നൽകുക? ഉപദേശം നൽകുക. എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ അതിലുണ്ട്. ഓക്കെ, അതായത് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്ലാൻ തയ്യാറാക്കും. ആ പദ്ധതി തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം പിന്നെ പദ്ധതികൾ വിഭാവനം ചെയ്യുക. അപ്പൊ അവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നയപരമായ ഉപദേശം നൽകും. സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുക. എന്താണ് ഫെഡറലിസം? അതായത് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും നിയന്ത്രണമുള്ള മേഖലകളുണ്ട്. അപ്പൊ നമുക്കറിയാം ഭരണഘടനയിൽ ലിസ്റ്റ് ഉണ്ട്. ഏതെല്ലാമാണ് ലിസ്റ്റ്? യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് അധികാരം നടത്താൻ നിയമനിർമ്മാണം നടത്താനുള്ള ലിസ്റ്റാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 കൂട്ടർക്കും നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള ലിസ്റ്റാണ്. അവിടെ വ്യത്യസ്ത അധികാരങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. അവിടെ അധികാരങ്ങൾ ഭരണപരമായ സ്ഥാപനങ്ങൾ പരസ്പരം പങ്കിട്ടിട്ടുണ്ട്. സഹകരണ ഫെഡറലിസം എന്ന് പറയുന്നത് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള താല്പര്യങ്ങളെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തമിഴ്നാട് കർണാടകയും തമ്മിൽ നദീജല തർക്കമുണ്ട്. ആ നദീജല തർക്കം സഹകരണ ഫെഡറലിസം അതിന്റെ അന്തസത്തയിൽ പോയി കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെടും. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണം, അവിടെ സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുക, ദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കുക, സാമ്പത്തിക വളർച്ച മാത്രം ലക്ഷ്യമിടുക. ഇതിലേതാണ് ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ? ഇതിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. ഏതാണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നയപരമായ ഉപദേശങ്ങൾ നൽകുക, സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനമോ സാമ്പത്തിക വളർച്ച മാത്രം ലക്ഷ്യമിടലോ
അതിൻ്റെ ലക്ഷ്യമല്ല. സാമ്പത്തിക വളർച്ച മാത്രം ലക്ഷ്യമിടൽ, സാമ്പത്തിക വളർച്ച ലക്ഷ്യമാണ്, അത് മാത്രം എന്നുള്ള വാക്കുകൊണ്ടാണ് അവിടെ പോയത്. നീതി ആയോഗിന്റെ ചുമതലകളിൽ പെടാത്ത പ്രസ്താവന ഏത്? സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് ദേശീയ വികസന അജണ്ടകൾ രൂപീകരിക്കുക. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്ലാന് കണ്ടെത്തി അതിനനുസരിച്ച് സംസ്ഥാനങ്ങളുടെ കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിൽ ദേശീയ അജണ്ടകൾ രൂപീകരിക്കുക എന്ന് പറഞ്ഞത് നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. ഇപ്പൊ സഹകരണ ഫെഡറലിസം വന്നു. ഓർക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നയപരമായ ഉപദേശമായി ഇനി സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് ദേശീയ വികസന അജണ്ട, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം, പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുക. പഞ്ചവത്സര പദ്ധതി ആസൂത്രണ സമിതി നിന്നതോടുകൂടി അത് നിന്നു. ഇപ്പൊ പഞ്ചവത്സര പദ്ധതി ഇന്ത്യൻ യൂണിയനിലില്ല. വിവിധ മേഖലകളിലെ പുരോഗതി നിരീക്ഷിക്കുക, വിലയിരുത്തുക. അപ്പൊ ഇതിലേതാ? പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുക. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് നോക്കൂ. അപ്പൊ എത്ര ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ടെക്സ്റ്റ് ബുക്കിലെ ബുള്ളറ്റ് പോയിന്റുകൾ പലപ്പോഴും നമ്മൾ പഠിച്ചു പോവില്ല. ആ ബുള്ളറ്റ് പോയിന്റ് എന്ന് വരുന്നതൊക്കെ സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുക, ശരിയാണ്. ദേശീയ വികസന അജണ്ടകൾ രൂപീകരിക്കുക, ശരിയാണ്. സംസ്ഥാനങ്ങൾക്ക് ധനസഹായം അനുവദിക്കുക, അതില്ല. മറിച്ച് വിവിധ മേഖലകളിലെ പുരോഗതി നിരീക്ഷിക്കുക. അപ്പൊ സി ആണ് അവിടെ ഇല്ലാത്തത്. ഉത്തരം സി ആണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ സുമൻ കെ ബറിയാണ്. ഒരു കറണ്ട് അഫയേഴ്സ് ആണ്, ഓർക്കുക. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സുമൻ കെ ബറിയാണ്. എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? SCERT പഴയ പാഠപുസ്തകത്തിലുണ്ടെങ്കിൽ അതും കൂടി കവർ ചെയ്തു പോവുകയാണ് ഞാൻ. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ കോണ്ടക്സ്റ്റിലാണ്. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി, അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങൾ സമർത്ഥമായി മാനേജ് ചെയ്ത്, ഉള്ള വിഭവങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം. അപ്പൊ പഞ്ചവത്സര പദ്ധതികളിൽ ഒരു പ്രത്യേക മേഖലയുണ്ടായിരിക്കും. ആ മേഖലയ്ക്ക് എന്തു കൊടുക്കും? മുൻതൂക്കം നൽകും. എന്നിട്ട് 5 വർഷം കൊണ്ട് ആ ലക്ഷ്യം നേടുക. 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക. പ്രത്യേക മേഖല, 5 വർഷം ലക്ഷ്യം. ഇത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. പഞ്ചവത്സര പദ്ധതി വരുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? പഞ്ചവത്സര പദ്ധതി വരുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതി. അത് വരുമ്പോൾ എന്താണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? ചില മേഖലകൾ ഉണ്ടായിരിക്കും. ആ ചില മേഖലകളിൽ 5 വർഷം കൊണ്ട് നിർദ്ദിഷ്ട ലക്ഷ്യം കൈവരിക്കുക. ഇതാണ് പഞ്ചവത്സര പദ്ധതി. 5 വർഷം, ചില മേഖല, നിർദ്ദിഷ്ട ലക്ഷ്യം പൂർത്തീകരിക്കുക. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതിനു ശേഷം നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. 2015 ജനുവരി 1 മറന്നുപോകണ്ട. ഇനി പഞ്ചവത്സര പദ്ധതികൾ, അതിൻ്റെ ഓരോ കാലവും നമുക്ക് നോക്കാം. ഓരോ പഞ്ചവത്സര പദ്ധതിക്കും ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടവും അതിൻ്റെ ലക്ഷ്യവും ഓർത്തിരിക്കണം. ഒന്നാം പഞ്ചവത്സര പദ്ധതി 51 മുതൽ 56 വരെയാണ്. അതിൻ്റെ ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ്. അപ്പൊ 51 മുതൽ 56 വരെ കാർഷിക മേഖലയിൽ നിന്ന് തുടങ്ങി. 1950 മാർച്ച് 15 ആസൂത്രണ സമിതി നിലവിൽ വരുന്നത്. 1951 ഏപ്രിൽ 1 മുതൽ ആയിരിക്കല്ലോ എന്ത് തുടങ്ങുക? ഒരു സാമ്പത്തിക വർഷം തുടങ്ങുക. 1951 മുതൽ 56 വരെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാർഷികം കഴിഞ്ഞ് തൊട്ടടുത്ത 5 വർഷം 56 മുതൽ 61 വരെ. അപ്പൊ 51 to 61 ഓർത്തു വയ്ക്കുക. 1ഉം 2ഉം പദ്ധതികളായി. ഒന്ന് കാർഷികം, ഒന്ന് വ്യവസായം. ഓർത്തു വയ്ക്കാൻ പ്രയാസമുണ്ടോ? കാർഷികം തുടങ്ങി വ്യവസായികത്തിലെത്തി. മൂന്നാം പഞ്ചവത്സര പദ്ധതി 61 മുതൽ 66 വരെ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പൽഘടനയുടെ സ്വയം പര്യാപ്തത. അപ്പൊ അവിടെ സ്വയം പര്യാപ്തതയിലേക്ക് ലക്ഷ്യം കൊടുക്കുകയാണ്.
ഭക്ഷ്യ സ്വയം പര്യാപ്തത. അപ്പൊ ഹരിത വിപ്ലവം തുടങ്ങിയ പദ്ധതി ഏതായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് അവിടേക്ക് എത്താം. അപ്പൊ 51-56, 56-61, 61-66. അത് കഴിഞ്ഞാൽ യുദ്ധം വന്നതുകൊണ്ട് 3 വർഷം ഉണ്ടായില്ല പഞ്ചവത്സര പദ്ധതി. 4-ാം പഞ്ചവത്സര പദ്ധതി 69 മുതൽ 74 വരെയാണ്. അത് സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. ഇത് കണ്ട് പേടിക്കേണ്ട. അതൊക്കെ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് ഓർമ്മിച്ച് വെക്കണം. ഓർമ്മിച്ച് വെക്കാനും എളുപ്പമാണ്. എങ്ങനെയാണ് നമുക്ക് ഇത് ഓർമ്മിച്ച് വെക്കാൻ പറ്റുക? ഇങ്ങനെ വ്യത്യസ്ത പദ്ധതികളെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് ഓർമ്മിച്ച് വെക്കാൻ പറ്റുക? അപ്പൊ നമുക്കറിയാം 1951-56 തുടക്കം ഓർത്തു വെക്കാൻ എളുപ്പമാണ്. 51-ലാണ് 1-ാം പദ്ധതി. ആ 1-ാം പദ്ധതി വരുമ്പോ അത് കൃഷി കഴിഞ്ഞില്ലേ. ഇനി 56-61 അത് വ്യവസായം. ഇനി 61-66 ആ 1-ലാണ് 3-ാം പദ്ധതി. 1, 2, 3. അവിടെ സ്വാശ്രയത്വം. ഏതിലൊക്കെ സ്വാശ്രയത്വം? ഭക്ഷ്യസ്വാശ്രയത്വം, സാമ്പത്തിക സ്വാശ്രയത്വം. അപ്പൊ കൃഷി വന്നു, വ്യവസായം വന്നു, സ്വാശ്രയത്വം വന്നു. അത് ഉറപ്പിച്ചല്ലോ. 3 കൊല്ലം. ഇനി 9 എണ്ണേ പഠിക്കാറുള്ളൂ. ഇനി 9 പദ്ധതി പഠിക്കാറുള്ളൂ. 3 എണ്ണം കഴിഞ്ഞു, 25% കഴിഞ്ഞു. അപ്പൊ അതിൽ അത് 3 എണ്ണം എളുപ്പം. കൊല്ലങ്ങളും ഓർക്കാൻ എളുപ്പമാണ്. ആ 3 എണ്ണം കഴിഞ്ഞാൽ 3 കൊല്ലം ഗ്യാപ്പ് എളുപ്പമായി. 51 മുതൽ 61 വരെ 2 പദ്ധതികൾ, 61 മുതൽ 66 വരെ 3-ാമത്തെ പദ്ധതി. അത് കഴിഞ്ഞാൽ 3 കൊല്ലത്തിന്റെ ഗ്യാപ്പ്. 1969 ഓർക്കാൻ എളുപ്പമാണ്. 69 ഓർക്കാൻ എളുപ്പമാണ്. അപ്പൊ 69 മുതലുള്ള പദ്ധതികൾ ഏതെല്ലാമാണ്? 69 മുതൽ ഏതെല്ലാം പദ്ധതികൾ വരുന്നു? 69 മുതൽ ഏതെല്ലാം പദ്ധതി? 69-ൽ 4-ാം പദ്ധതി. ആ 4-ാം പദ്ധതി ഏതാണ്? സ്ഥിരതയോടുകൂടിയ വളർച്ച. ഇപ്പൊ സ്വാശ്രയത്വമൊക്കെ ആയി. നഞ്ഞൊന്ന് വളരാം. ഒറ്റയ്ക്ക് കാലം നിൽക്കാനായി. കൃഷി നടത്തി, വ്യവസായം തുടങ്ങി, കുടുംബത്തിലേക്ക് അരി വരാൻ തുടങ്ങി അല്ലേ? അങ്ങനെ ആലോചിക്കുക. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സാമ്പത്തിക സ്വയം പര്യാപ്തത, കയ്യിൽ കാശായി. അപ്പോ ഇനി എന്ത് ചെയ്യാം? ഇനി വളർച്ചയിലേക്ക് നോക്കാം. സ്ഥിരതയോടുകൂടിയ വളർച്ച. 5-ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പോഴാണ് വീട്ടിൽ ചില ആൾക്കാർക്ക് ദാരിദ്ര്യമുണ്ട്, അതും കൂടി തീർക്കാമെന്ന് വിചാരിച്ചു വളർന്നോട് കൂടിയിട്ട്. ഇപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായി. 6-ാം പഞ്ചവത്സര പദ്ധതി അത് 74-79 6-ാം പഞ്ചവത്സര പദ്ധതി 1 കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ്. 5 കഴിഞ്ഞ 1 കൊല്ലത്തിന്റെ ഗ്യാപ്പ് ഉണ്ട്. 6-ാം പഞ്ചവത്സര പദ്ധതി കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ 1-ഉം 2-ലും തുടങ്ങി 5 പദ്ധതി കഴിഞ്ഞപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ് കാർഷിക വ്യാവസായിക മേഖലകൾ. പക്ഷെ അവിടെ അടിസ്ഥാന സൗകര്യം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 6-ാം പഞ്ചവത്സര പദ്ധതി വരെ നോക്കിയ പകുതി കഴിഞ്ഞല്ലോ. അപ്പോ 6-ാം പഞ്ചവത്സര പദ്ധതി വരുമ്പോ ആ 3 കൊല്ലം കഴിഞ്ഞ 69-74 അവിടെ എന്താ? അവിടെ വളർച്ചയാണ്. 74-79 5-ാം പദ്ധതിയാണ്. അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഇനി അടുത്തത് 6-ാമത്തെ പദ്ധതിയാണ്. അത് 1 വർഷം വിട്ടിട്ടാണ് 80 മുതൽ 85 വരെ. വീണ്ടും 5 പദ്ധതി കഴിഞ്ഞപ്പോ ഈ കൃഷിയും വ്യവസായവും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. കൃഷി, വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം. ഇപ്പൊ 6 എണ്ണം ഓക്കെ ആയോ? 6 എണ്ണം നിങ്ങളുടെ മനസ്സിൽ കയറിയോ? ബാക്കി 6 എണ്ണം കൂടി പഠിച്ചാൽ മതി മകനി. 12 പദ്ധതികളാണ് പഠിക്കേണ്ടത് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്. ഇനിയുള്ള 6 എണ്ണത്തിലേക്ക് പോകാം. ഇനിയുള്ള 6 എണ്ണം ഏതാണ്? അപ്പൊ ഇനി 7-ാമത്തെ പദ്ധതിയിലേക്ക് പോകാം. എന്താണ് 7-ാമത്തെ പദ്ധതി? 7-ാം പദ്ധതി ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ? ഒന്നും പേടിക്കണ്ട. 1-ഉം 2-ഉം. 1 കൃഷി, 2 വ്യവസായം. കൃഷി തുടങ്ങി, വ്യവസായം തുടങ്ങി. 3-ാമത്തേത് അപ്പൊ സ്വയം പര്യാപ്തതയായി. ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഒക്കെ സ്വയം പര്യാപ്തതയായി. അപ്പൊ ഒന്ന് വളരാമെന്ന് തീരുമാനിച്ചു. ഇപ്പൊ 4-ാം പദ്ധതി വളർച്ച. വളർന്നപ്പോ വീട്ടിലത്തെ ദാരിദ്ര്യം തീർക്കാമെന്ന് തീരുമാനിച്ചു. ദാരിദ്ര്യം തീർത്തു. 6-ാമത്തെ പദ്ധതി എന്താ? 6-ാമത്തെ പദ്ധതി എന്ന് പറയുന്നത് നമ്മളിപ്പോ പഠിച്ചു. വീണ്ടും കൃഷിയും വ്യവസായത്തിന്റെയും അടിസ്ഥാന സൗകര്യങ്ങളൊന്ന് കൂട്ടി. ദാരിദ്ര്യം
തീർത്തപ്പോ. എന്നിട്ട് 7ാം പദ്ധതിയിലേക്ക് കടന്നു. 7ാം പദ്ധതിയിൽ ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവും കൊടുത്തു. തന്റെ വ്യവസായശാലയിൽ ആധുനികവൽക്കരണമൊക്കെ കൊണ്ടുവന്നു, മെഷീൻസ് ഒക്കെ കൊണ്ടുവന്നു, കമ്പ്യൂട്ടറൊക്കെ ഫിറ്റ് ചെയ്തു എന്ന് വെറുതെ ഓർത്തിരിക്കുക. 1985 മുതൽ 90 വരെ, ഇനി 80 to 85, കാരണം 6ാം പദ്ധതിയിൽ ഒരു വർഷത്തെ ഗ്യാപ്പ് വന്ന് 80 to 85 ആയി, 85 to 90 ആയി. ആധുനിക തൊഴിൽവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവും വന്നു. ഇനി നോക്കൂ, 1990 ആകുമ്പോഴേക്കും സാമ്പത്തിക പ്രതിസന്ധി വരികയാണ്. 91 കനത്ത സാമ്പത്തിക പ്രതിസന്ധി. ആ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ. അതുകൊണ്ട് തന്നെ അടുത്ത പദ്ധതി 92 അവിടെ തീർത്തും വ്യത്യസ്തമായ ഒരു സമീപനം, ഹ്യൂമൻ റിസോഴ്സ്, മാനവശേഷി വികസനം. തീർത്തും വ്യത്യസ്തമായ സമീപനം. 1 കൃഷി, 2 വ്യവസായം, 3 ഓർക്കൂ ഭക്ഷ്യ സ്വയം പര്യാപ്തത, 4 വരുമ്പോ ഭക്ഷണമായി വളർച്ച, വളർന്നപ്പോ 5 ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം കഴിഞ്ഞപ്പോ 6 നമ്മൾ എന്താ ശ്രദ്ധിച്ചത്? 6ാമത്തെ പദ്ധതിയിൽ ആലോചിച്ച് നോക്കൂ. 6ാം പദ്ധതി വീണ്ടും കാർഷിക വ്യവസായിക മേഖലയിലേക്ക് കടന്ന അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം. 7ാമത്തെ പദ്ധതി എന്തു ചെയ്യുന്നു? ആധുനികവൽക്കരണം. തുടർന്ന് 8ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം. അപ്പോഴേക്ക് 85 90 എന്നുള്ളത് 92 97 മാറിയിരിക്കുന്നു. സോ ഓർക്കുക, എന്നോടൊപ്പം ഓർക്കുക, 1ാമത്തെ പദ്ധതി 51 to 56, 1ാമത്തെ പദ്ധതി എന്ന് പറയുന്നത് 51 to 56, 2ാമത്തെ പദ്ധതി 56 to 61, 3ാമത്തെ പദ്ധതി 61 to 66. ഒരു ബ്രേക്കും ഇല്ലാതെ പോകുന്നു. കൃഷി, വ്യവസായം, അടുത്തത് സ്വാശ്രയത്വം, ഭക്ഷ്യത്തിലും സമ്പത്തിലും. അത് കഴിഞ്ഞ 69 to 74 വളർച്ച വന്നപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 3 വർഷം കഴിഞ്ഞപ്പോൾ 3 വർഷത്തിന്റെ ഗ്യാപ്പ്, 66, 3, 69. ഇനി 5 വർഷം കഴിഞ്ഞപ്പോൾ 1 വർഷത്തെ ഗ്യാപ്പ് 80. 80 to 85 കൃഷി, വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം രണ്ടാമത് തുടങ്ങുന്നു. 85 to 90 7ാമത്തെ പദ്ധതി, 85 to 90 ആധുനികവൽക്കരണം. ഇനി നമുക്കറിയാം 91 സാമ്പത്തിക പ്രതിസന്ധി. അതുകൊണ്ട് അടുത്ത 8ാം പഞ്ചവത്സര പദ്ധതി 92 മുതൽ 97 വരെ ഏതാണ്? മാനവശേഷി വികസനം. മാനവശേഷി വികസനം. അപ്പേക്ക് നരസിംഹറാവു, മൻമോഹൻ സിംഗ് ആണ് ഗവൺമെന്റ്. 92 മുതൽ 97 വരെ. ഇനി 4 പദ്ധതി. ആ 4 പദ്ധതികൾ ഏതെല്ലാമാണ്? 4 പദ്ധതികൾ ഏതെല്ലാമായിരിക്കും ഇനിയുള്ള 4 പദ്ധതികൾ? ആ 4 പദ്ധതികളിൽ ഒരു പദ്ധതി ഏതാണ്? ആ 4 പദ്ധതികളിൽ ഒരു പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും. ഇതിനെ ജനകീയ പദ്ധതി എന്ന് വിളിക്കുന്നു. വികേന്ദ്രീകൃതാസൂത്രണം, ഗ്രാമീണ വികസനം. 9ാം പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത്. 10ാം പഞ്ചവത്സര പദ്ധതി മൂലധന നിക്ഷേപം, സാമ്പത്തിക പരിഷ്കാരം. നവസാമ്പത്തിക പരിഷ്കാരങ്ങളിൽ ഞാൻ പറയാം, അവിടെ മൂലധന നിക്ഷേപം. 11ാം പഞ്ചവത്സര പദ്ധതി സമഗ്ര വികസനം, ജനങ്ങളുടെ സമഗ്ര വികസനം. 12 സുസ്ഥിര വികസനം. അപ്പൊ 11ഉം 12ഉം സമഗ്ര വികസനം, സുസ്ഥിര വികസനം. 11ഉം 12ഉം ലാസ്റ്റ് 2. ഇനി 9 ജനകീയ പദ്ധതി. 10 ഏതാ? മൂലധന നിക്ഷേപം വർദ്ധിക്കൽ. ഓർത്തിരിക്കുക. ഇനി ഇവിടെ നോക്കുക, 92 മുതൽ പിന്നീട് 5 വർഷം ഒരു ഗ്യാപ്പില്ല. 97, 97, 2002, 2007, 2012, 2017 ഒരു ഗ്യാപ്പുമില്ലാതെ പോകുന്നു. ചോദ്യം: ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. 1ാം പഞ്ചവത്സര പദ്ധതിക്ക് ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ചു. അതിന് ഹാരോഡ് ഡോമർ മോഡൽ പദ്ധതി എന്നും ഒരു പേരുണ്ട്. ഹാരോഡ് ഡോമർ. 2ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു. വ്യവസായവൽക്കരണം. ബീലായ്, ദുർഗാപൂർ, റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ എന്നാണ് തുടങ്ങിയത്. ബീലായ്, ദുർഗാപൂർ, റൂർക്കേല മറന്നു പോകരുത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തതേത്? മഹലനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. ശരി. വ്യവസായവൽക്കരണത്തിന് ഊന്നൽ നൽകി. ശരി. 2ാം വ്യവസായവൽക്കരണം. അതാണ് ഞാൻ പറഞ്ഞത്, ലക്ഷ്യങ്ങൾ ചോദിക്കും.
പീലായ്, ദുർഗാപൂർ, റൂറൽക്കല എന്നിവിടങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ സ്ഥാപിച്ചു. ശരി. കൃഷിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. തെറ്റ്. അത് ഒന്നാമത്തെ പദ്ധതിയാണ്. പിന്നെ 6ാമത്തെ പദ്ധതിയിലാണ് കൃഷിക്കും വ്യാവസായിക മേഖലയ്ക്കും രണ്ടാമത് പ്രാധാന്യം വരുന്നത്. സോ കൃഷിക്കേറ്റ്. ചോദ്യം, 2ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഘന വ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു. ശരിയാണ്. അതാണ് റൂർക്കേല തുടങ്ങിയ സ്ഥാപനങ്ങൾ. കാരണം ഇന്ത്യയിൽ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. അതും ശരിയാണ്. ഇവിടെ എയും അതിന്റെ വിശദീകരണവും ശരിയാണ്. ഇത് ഓർത്തിരിക്കുക. അവിടെ എയും ആറും ശരിയാണ്. അതായത് അസേർഷനും റീസണിനും രണ്ടും ശരിയാണ്. അതായത് 2ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന വ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു. കാരണം ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയുമായിരുന്നില്ല. കടം ചോദിച്ചാലൊന്നും ആൾക്കാർ പൈസ കൊടുക്കില്ല. ഇപ്പൊ സ്വന്തം രാജ്യം തന്നെ എടുത്തു. നമ്മൾ പല രാജ്യങ്ങളുടെയും സഹായത്തോടു കൂടിയാണ് അത് സ്ഥാപിച്ചത്, അല്ലേ? ജർമ്മനി ഉണ്ട്, റഷ്യ ഉണ്ട്, അങ്ങനെ പല രാജ്യങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ തുടങ്ങുന്നത്. ഇത് മുന്നേ ഞാൻ ജോഗ്രഫിയിൽ പറഞ്ഞിട്ടുണ്ട്. 9ാം പഞ്ചവത്സര പദ്ധതി വികേന്ദ്രീകൃത ആസൂത്രണം, ഗ്രാമീണ വികസനം, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു. 97 മുതൽ 2002 വരെയാണ് പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ 3 തലങ്ങളായി മാറിയ പദ്ധതി. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യമേതെല്ലാം? CRT ബുക്കുന്ന ഈ ചോദ്യത്തിൽ 2 ഒഴികെ, ഈ 14 ചോദ്യങ്ങളിൽ 2 ഒഴികെ 12 CRT ബുക്കിൽ നിന്നാണ്. CRT ബുക്കിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നുണ്ടോ? അതിലൊരു ചോദ്യം മാത്രമാണ് പുതിയ ചോദ്യം. ബാക്കി ചോദ്യങ്ങളൊക്കെ തന്നെ PYQ ആണ്. അതായത് 14ൽ 13 SCRT PYQ ആണ്. ഒരു ചോദ്യമാണ് നമുക്ക് മിസ്സാവുക. ആ ചോദ്യം തന്നെ അടൽ ഇന്നൊവേഷൻ മിഷൻ ഏത്, വാട്ടർ മാനേജ്മെന്റ്. ആ ചോദ്യം ഒന്ന് നോക്കിയാൽ ഉത്തരം പറയാവുന്നതേ ഉള്ളൂ. സ്വർണം വീട്ടിൽ വെച്ചിട്ടെന്തിനു നാട്ടിൽ തെണ്ടി നടപ്പൂ. നമ്മൾ പഠിക്കുന്നത് ആദ്യം കുറച്ച് പഠിച്ചത് ഉറപ്പിക്കുക, എന്നിട്ട് മതി ഉള്ളത് മുഴുവൻ പഠിക്കാൻ നിൽക്കല്. ഇത്രയും മര്യാദയ്ക്ക് പഠിച്ചാൽ തന്നെ മാർക്ക് വന്ന് വീഴും. ഇത് മാത്രം പഠിച്ചോണ്ടെന്നുള്ള പറഞ്ഞാൽ SCRT ബുക്ക്, മുൻകാല ചോദ്യങ്ങൾ, അത് വെച്ച് അടിച്ചു പോവുക. ഇനി സാമ്പത്തിക വളർച്ച ലക്ഷ്യമാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കണം. സാമ്പത്തിക വളർച്ച ലക്ഷ്യമാണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാണ്, സ്വയം പര്യാപ്തത ലക്ഷ്യമാണ്, ആധുനികവൽക്കരണം ലക്ഷ്യമാണ്. നമ്മൾ 4ാം പദ്ധതി നോക്കിയല്ലോ. 4ാം പദ്ധതി വളർച്ചയല്ലേ? എന്തിന്റെ വളർച്ച? മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ചയാണ്, സാമ്പത്തിക വളർച്ചയാണ്. കറക്റ്റ്. അങ്ങനെ ആലോചിച്ചാൽ കിട്ടില്ലേ? 5ാം പദ്ധതി ഏതാ? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. 3ാം പദ്ധതി എന്താ? സ്വയം പര്യാപ്തതയാണ്. അത് കഴിഞ്ഞ് ആധുനികവൽക്കരണം ഏതാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 9ാം പദ്ധതി കഴിഞ്ഞിട്ടാണോ അതോ 10ാം പദ്ധതി കഴിഞ്ഞിട്ടാണോ? അതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 11ഉം 12ഉം പദ്ധതികൾ വികസനമാണ്. ഒന്ന് സമഗ്ര വികസനം, മറ്റൊന്ന് സുസ്ഥിര വികസനം. 11ഉം 12ഉം കഴിഞ്ഞല്ലോ. 9 ജനകീയ പദ്ധതിയാണല്ലോ. അപ്പൊ 10ാം പദ്ധതി എന്തായിരുന്നു? ആധുനികവൽക്കരണമാണ്. അവിടെ കിട്ടിയോ? ഇത് ഓർക്കുന്ന ഒരാൾക്ക്, പഠിച്ചിട്ടില്ലെങ്കിലും പക്ഷെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് നമുക്ക് പറയാം. കാരണം SCRT ബുക്കിലുണ്ട്. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ശരിയല്ലേ? രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ നടപ്പിലാക്കി. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയനുസരിച്ച് ഇവയുടെ ക്രമമേത്? ആസൂത്രണ കമ്മീഷൻ രൂപീകരണം, അത് കഴിഞ്ഞ ഹരിത വിപ്ലവം, അത് 3ാമത്തെ പദ്ധതിയിലാ. പുതിയ സാമ്പത്തിക നയം 91ലാ. നീതി ആയോഗ് 2015ലാ. കറക്റ്റ് ഓർഡറിലാണ്. 1, 2, 3, 4. സോ ഇവിടെ 1, 2, 3, 4. ഹരിത വിപ്ലവം 1960 മുതൽ 1980 വരെയാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവത്തിന് 7 ചോദ്യങ്ങളുണ്ട്. അത് അടുത്ത ക്ലാസ് പറയാം. ഞാൻ ഇവിടെ പരാമർശിച്ചു പോടേയുള്ളൂ, അല്ലേ? കാലഘട്ടം 1960 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിൽ കാർഷിക രംഗത്തുണ്ടായ മാറ്റം. അരി, ഗോതമ്പ്, ഇതിൽ PSC ഉത്തരം ഗോതമ്പ് എന്നും വരാറുണ്ട്. അരിന്റെയും ഗോതമ്പിന്റെയും വളർച്ച.
ധവള വിപ്ലവമുണ്ട്, അതും പാലുൽപ്പന്നങ്ങളുമാണ്. വെള്ള നിറല്ലേ പാലിന്. നീല വിപ്ലവം മത്സ്യോൽപാദന മേഖലയാണ്. ഇനി നമുക്കറിയാം 9ാം പദ്ധതിക്കാലത്താണ് വികേന്ദ്രീകരണം നടപ്പിലാകുന്നത്. ആ ഭേദഗതികൾ കൂടി ഓർക്കണം. 73ാം ഭേദഗതി 1992 പാർലമെന്റ് പാസാക്കി. എന്നിട്ടോ 1993 നിലവിൽ വന്നു. 74ാം ഭരണഘടനാ ഭേദഗതി 1992 പാർലമെന്റ് പാസാക്കി, 1993 നിലവിൽ വന്നു. ചോദിക്കാറുണ്ട് പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം എന്താ വെച്ചാൽ നിങ്ങളുടെ നാട്ടിൽ കാണുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്ന പഞ്ചായത്തി രാജ്, നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നഗരപാലിക സംവിധാനം. ഏതെല്ലാമാണ് ഭരണഘടനാ ഭേദഗതികൾ? 73ഉം 74ഉമാണ്. മറന്നു പോവരുത്. 73, 74 രണ്ടും 92 നിലവിൽ വരുന്നത് 93. വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ റോൾ എന്താ? ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ. ഇനി ഒരു ഭാഗം കൂടിയല്ലോ, ഇപ്പൊ കഴിക്കാം. പ്രാദേശിക വികസന ആവശ്യങ്ങൾ വാർഡു തല ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യുന്നു. നമ്മളൊക്കെ ഗ്രാമസഭകളിൽ പോണം. എന്നിട്ട് നമുക്ക് അവിടുന്ന് എന്തെങ്കിലും കിട്ടാണ്ടെന്ന് മാത്രമല്ല, വ്യക്തിപരമായി കിട്ടാൻ വേണ്ടി മാത്രമല്ല, ചിലപ്പോൾ സ്കൂളിന്റെ കാര്യം ഉണ്ടാവും, റോഡിന്റെ കാര്യം ഉണ്ടാവും, തോടിന്റെ കാര്യമുണ്ടാവും. നമ്മൾ ഗ്രാമസഭയിൽ വെച്ച് ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്ത് അവർ മിനിറ്റ്സ് ആക്കും. എന്നിട്ടോ ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളാക്കി മാറ്റാൻ പറയും ഗ്രാമപഞ്ചായത്തിൽ. വാർഡ് തല ഗ്രാമസഭകൾ ചർച്ച ചെയ്യും. എന്നിട്ട് പൊതുവായി വാർഡുകളിൽ വന്നതിനെ അനുസരിച്ചിട്ട് ഗ്രാമപഞ്ചായത്ത് ഒരു തീരുമാനമെടുക്കും. എന്നിട്ട് അത് പദ്ധതിയാക്കി സമർപ്പിക്കും. ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിലയിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അത് ജില്ലാ തലത്തിലേക്ക് സമർപ്പിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച പദ്ധതികൾക്ക് ജില്ലാതല പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകുന്നു. നിങ്ങൾ ഓർക്കുക, ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. എന്നാൽ ജില്ലാ ആസൂത്രണ സമിതി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ ജില്ലാ ആസൂത്രണ സമിതി എന്ത് ചെയ്യും? പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകുന്നു, സംസ്ഥാന ആസൂത്രണ ബോർഡിന് കൈമാറുന്നു. ഓക്കെ. അധികാരവും സാമ്പത്തിക വിഭവവും പ്രാദേശിക വികസനത്തിന് വിനിയോഗിക്കാൻ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും ഇതോടുകൂടി സാധിക്കുന്നു. വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഗ്രാമസഭകൾക്ക് പ്രധാന പങ്കുണ്ട്. ഇനി വ്യക്തികളെ ഓർക്കുമ്പോൾ എം വിശ്വേശ്വരയ്യ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ, സംഭാവന ഇന്ത്യക്ക് ഒരു ആസൂത്രിത സമ്പൽ വ്യവസ്ഥ. ജവഹർലാൽ നെഹ്റു, പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ, വിശ്വേശ്വരയ്യ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് ക്ലാസ് 8 പാഠത്തിൽ പറയുന്നുണ്ട്. ക്ലാസ് 8 പാഠാണിത്, കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചത്. ഈ 14 ചോദ്യങ്ങളിൽ 12 ചോദ്യങ്ങളും വന്നത് ആ ക്ലാസ് 8 പാഠത്തിൽ നിന്നാണ്. 59 ചോദ്യം വന്നല്ലോ ഈ 9 ചോദ്യ പേപ്പറിനായിട്ട്. അതിലെ 14 ചോദ്യങ്ങളിൽ 12 ചോദ്യങ്ങൾ വന്ന ക്ലാസ് 8 പഴയ പാഠമാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി കുറച്ച് ഭാഗം കൂടിയല്ലോ. ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചോദിക്കും. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലാണ്. PC മഹലനോബിസ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ്, 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി. SN അഗർവാൾ, ശ്രീമൻ നാരായൺ അഗർവാൾ, ഗാന്ധിയൻ പദ്ധതി, MN റോയ് പീപ്പിൾസ് പദ്ധതി. ഇനി സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു. വളർച്ച. രാജ്യത്തെ മൊത്തം സാധനങ്ങളെയും സേവനങ്ങളെയും ഉൽപാദന വർധനവാണ് വളർച്ച. പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്നീ മേഖലകളെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്നു. എന്താണ് വളർച്ച എന്ന് പറഞ്ഞാൽ 3 മേഖലയുണ്ട്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. മേഖലകളെ കുറിച്ച് നമുക്ക് അടുത്തൊരു ക്ലാസ് പറയാം, 2ാമത്തെയോ 3ാമത്തെയോ ക്ലാസ് പറയാം. അപ്പൊ മനസ്സിലാക്കുക, 3 മേഖല ഉണ്ട്. പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ കൃഷി, ഖനനം തുടങ്ങിയവയാണ്. ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ വ്യവസായങ്ങളാണ്. തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ ബസ് ഓടുക. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് സേവന മേഖലയാണ്, ആശുപത്രി. നമുക്ക് അവിടേക്ക് വരാം. ഈ 3 മേഖലകൾ, ഈ 3 മേഖലയിലും ഉൽപാദനം കൂടണം. കൂടുതൽ കൃഷി ഉണ്ടാവണം, കൂടുതൽ ഖനനം ചെയ്ത് പുറത്തു വരണം, കൂടുതൽ വ്യവസായങ്ങളും കാറുകളും ഉണ്ടാകണം, കൂടുതൽ ക്ലാസുകൾ ഉണ്ടായിരിക്കണം, കൂടുതൽ ബസ്സുകൾ ഓടിത്തുടങ്ങണം, കൂടുതൽ കപ്പലുകൾ, ചരക്ക് ഗതാഗതം നടക്കണം.
ഇങ്ങനെ എല്ലായിടത്തും ഉൽപാദനം കൂടണം. അതിനെയാണ് വളർച്ച എന്ന് പറയുന്നത്. അപ്പൊ വളർച്ച എന്ന് പറഞ്ഞാൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലുള്ള ഉൽപാദന വർധനവാണ്. ഈ പോയിന്റ് നിങ്ങൾ ഓർക്കണം. വളർച്ച എന്ന് പറയുമ്പോൾ അവിടെയാണ് നിങ്ങൾ പോയിന്റുകൾ ഓർക്കേണ്ടത്. എക്കണോമിക്സും ഒരു സയൻസ് ആണ്. അവിടെ പോയിന്റുകൾ ഓർക്കണം. വെറുതെ ഓർത്താ പോരാ. അവിടെയൊക്കെയാണ് നമുക്ക് മാർക്ക് കിട്ടുക. മേഖല ഏതെല്ലാം മേഖല? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇത് നമ്മൾ ഓർത്തിരിക്കില്ല, നമ്മളാണ് വായിച്ചു പോകും. ഈ മേഖലകളിലുള്ള ഉൽപാദന വർധനവിനെയാണ് വളർച്ച എന്ന് പറയുന്നത്. ഇതാണ് വളർച്ച എന്ന് പറയുന്നത് ഇതിനെയാണ് വളർച്ച. ഇത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും. ഇപ്പൊ കാർഷിക മേഖല, വ്യാവസായിക മേഖല, ഗതാഗത വാർത്താവിനിമയം, ആശുപത്രികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, കയറ്റുമതി, ഇറക്കുമതി, ഉൽപാദനം. ഇനി തുല്യതയുണ്ട്. എന്താണ് തുല്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ആസൂത്രണത്തിന്റെ ഒരു ലക്ഷ്യം വളർച്ചയാണ്. മറ്റൊരു ലക്ഷ്യം തുല്യതയാണ്. എന്താ തുല്യത? ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യരക്ഷ തുടങ്ങിയവ ലഭ്യമാക്കുക, സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം സാധ്യമാക്കുക. അതിൽ രണ്ടാമത്തത് ഇപ്പൊ നടക്കുന്നില്ല. ഒന്നാമത്തതിൽ ഇന്ത്യ ഏകദേശം വലിയ പുരോഗതി കൈവരിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ആഹാരം, എല്ലാവർക്കും വസ്ത്രം. നിങ്ങൾക്ക് സർക്കാർ വസ്ത്രം തരണം എന്നുള്ളതല്ല, അതിനനുസരിച്ചിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് മാത്രം. പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യരക്ഷ തുടങ്ങിയവ ലഭ്യമാക്കുക. അതാണ് തുല്യത. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ അവന് ലഭ്യമാക്കുന്നത്, എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനെ തുല്യത എന്ന് പറയും. കൂടാതെ സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം, ഇതാണ് തുല്യത എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ പല തുല്യതയും തോന്നും, അതല്ല. ഓക്കെ. ആധുനികവൽക്കരണത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തലുണ്ട്. മോഡേൺ ടെക്നോളജി ഉപയോഗിക്കൽ. നിങ്ങൾ നിങ്ങളുടെ പഠനത്തിലൊക്കെ മോഡേൺ ടെക്നോളജി ഉപയോഗിക്കാറുണ്ടോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ഒരു AI ടീച്ചറെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. 2 മണിക്കൂറേ നിങ്ങൾ പണിയെടുക്കണ്ടുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിലെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് താഴെയായിട്ട് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു. ഞാൻ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ആരംഭിക്കാം. എനിക്ക് താല്പര്യമുള്ള കാര്യമാണ്. എല്ലാ ദിവസങ്ങളൊന്നും പോലെ ഉണ്ടാവില്ല, ആഴ്ചയിലൊന്ന്. നിങ്ങൾക്ക് ഒരു വ്യവസായം തുടങ്ങാൻ, നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങളുടെ കുട്ടീനെ പഠിപ്പിക്കാൻ. നിങ്ങൾ വിചാരിച്ച പോലെയല്ല, ലോകം മാറിയിരിക്കുന്നു. AI കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി ഒരുപാട് പിറകോട്ട് പോകും. നിങ്ങൾ ചിലപ്പോൾ സർക്കാർ ജോലിയിൽ എത്തിയെന്ന് വരും. പക്ഷെ നിങ്ങളുടെ കുട്ടികളെയൊക്കെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു സംഭവമുണ്ട്, അത് പഠിപ്പിച്ചിരിക്കണം. ആർ യു റെഡി? നിങ്ങൾ ഇതിൻ്റെ താഴെ പറയും, ഞാൻ ആഴ്ചയിൽ ഒരു ക്ലാസ് എടുത്തു തരാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതിൽ ആദ്യം നമുക്ക് PSCക്കാർക്ക് സ്വയം എങ്ങനെ പഠിക്കാം. ഞാൻ PDF തരുന്നുണ്ടല്ലോ, ആ PDF ഒക്കെ നിങ്ങളെ മനോഹരമായിട്ട് പഠിപ്പിച്ച ഒരു മൂപ്പര് നിങ്ങളോട് സംസാരിക്കും. 1 രൂപ നിങ്ങൾ കൊടുക്കണ്ട, 1 രൂപ നിങ്ങൾ കൊടുക്കണം. നിങ്ങളോട് ഇങ്ങോട്ട് സംസാരിക്കും. നിങ്ങൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ചോദ്യങ്ങൾ ചോദിക്കും. PSC ടൈപ്പിലുള്ള മോക്ക് ടെസ്റ്റുകൾ ഫുള്ള് ഫങ്ഷനിങ് അല്ല. അപ്പൊ നിങ്ങൾ പൈസ അടയ്ക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾക്കത് കുറേ ഉപയോഗിക്കാൻ പറ്റും. ആരും കമന്റ് ചെയ്യാത്തതുകൊണ്ട് ഞാനും മൈൻഡ് ചെയ്തില്ല. ഓക്കെ. അപ്പൊ ചരക്ക് നീക്കവും യാത്രയും വേഗത്തിലാക്കൽ, നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുക. ചരക്ക് നീക്കവും യാത്രയും, മൊബിലിറ്റി എന്ന് പറയും. സമയലാഭവും സാമ്പത്തിക നേട്ടവും, ഇതൊക്കെ നിങ്ങൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് AI ടൂളുകൾ ഉപയോഗിച്ചാൽ, നിങ്ങൾ ആകെ ChatGPT അല്ലേ കേട്ടിട്ടുള്ളൂ, ഒരുപാട് എണ്ണുണ്ട്. ഇതൊക്കെ PSCക്ക് തന്നെ ഉപകാരപ്രദമാണ് പഠിക്കുമ്പോൾ. ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങൾ ജീവിത നിലവാരവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നതിനും ഗവൺമെന്റിന്റെ സേവനങ്ങൾ വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഉപകരിച്ചു. ഇതൊക്കെ ആധുനികതയുടെ കാര്യമാണ് കേട്ടോ. ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങൾ ജീവിത നിലവാരം സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുക, ഗവൺമെന്റിന്റെ സേവനങ്ങൾ വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഉപകരിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നടക്കുന്നുണ്ടോന്ന്? നടന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇനി ആധുനികത എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ അവകാശ സംരക്ഷണം അതിൽ വരും. ആധുനികതയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർ എനിക്കറിയാം, ഒട്ടനവധി പേര് സ്ത്രീകളാണ്. നിങ്ങളുടെ അവകാശ സംരക്ഷണം,
ഇതിൽ വരും. എത്ര നിയമങ്ങൾ ഈ കാലഘട്ടത്തിൽ പാസ്സായിട്ടുണ്ട്? സാമൂഹ്യ സുരക്ഷിതത്വം. സാമൂഹ്യ സുരക്ഷിതത്വം ആധുനികതയുടെ മുദ്രയാണ്. അപ്പൊ ഇതൊക്കെ ആധുനികതയാണ്. അതൊന്ന് എഴുതി വെച്ച് മനസ്സിൽ ഉറപ്പിക്കുന്നത് വരെ എഴുതി ഉറപ്പിക്കണം. അതൊന്ന് വന്നാൽ കിട്ടും. സ്വാശ്രയത്വം, വിഭവങ്ങൾ ഉപയോഗിച്ച് മാനവശേഷി പ്രയോജനപ്പെടുത്താൻ. നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി വിഭവങ്ങളുണ്ട്. നിങ്ങൾ തന്നെ വളരെ വലിയ സോഴ്സാണ്. നിങ്ങളുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ വലിയ സോഴ്സാണ്. അവരുടെ ടൈം അവർ പണിയെടുക്കാനും തയ്യാറാണ്. ഞാനതാ പറഞ്ഞത്, ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ചതിക്കുഴികളിലാണ് ആളുകൾ പോയി പെടുക. പക്ഷെ നമ്മുടെ വീട്ടിലെ എഡ്യൂക്കേറ്റഡ് ആയി ഇരിക്കുന്ന പല ആളുകൾക്കും 2-3 മണിക്കൂർ അധ്വാനിച്ചാൽ ഒരു 300, 400, 500 അല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മര്യാദയ്ക്ക് 1 വർഷം, പക്ഷെ ക്ഷമ വേണം. പല കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കണം. ആർക്കും സാധ്യമാണ്. അപ്പം ഞാനിത് HTML ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഈ സാധനം. നിങ്ങൾ കാണുന്ന പ്രസന്റേഷൻ ഇതാണ്. ഇത് HTML ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഇതൊക്കെ ഞാൻ കോഡിങ് എവിടെയും മാത്സ് ആണ് എൻ്റെ വിഷയം. കോഡിങ് എവിടെയും പഠിച്ചിട്ടില്ല. സ്വയം പഠിച്ച് വാ. നമ്മൾ PSC ഹബ് എടുത്ത് നോക്ക്. ഞാൻ സ്വന്തം ഉണ്ടാക്കിയ സാധനമാണ്. നമ്മുടെ കുട്ടികൾ മോക്ക് ടെസ്റ്റിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ പെയ്ഡ് കുട്ടികൾ മോക്ക് ടെസ്റ്റിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചു നോക്ക്. അവർക്ക് ഇമെയിലിലേക്ക് പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാൻ പോകും. ഇപ്പൊ 999 രൂപയുടെ കോഴ്സാണ്. എനിക്ക് ടാക്സും മറ്റെല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ കിട്ടുക 560 റുപ്യയാണ്. ഈ 560 റുപ്യക്ക് എനിക്ക് അവർക്ക് പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാൻ അയച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ഓരോ മേഖലയിലുമുള്ള മാർക്ക് പരിശോധിച്ച് എൻ്റെ ആ ക്ലാസ്സിൻ്റെ മൊത്തം മാർക്ക് എവിടെയാണ് കുറവ്, അതിന് 4-5 തട്ടാക്കി അതിനനുസരിച്ചിട്ട് ഒരു മാസം 15 മാർക്ക് വർദ്ധിപ്പിക്കുക. അങ്ങനെ 6 മാസം പോയാൽ അവർ 90ലേക്ക് എത്തും എന്നാണ് ഞങ്ങളുടെ സ്കീം. ഇതൊക്കെ 10,000-നും 9,000 രൂപയ്ക്ക് പണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്കും അങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു സ്റ്റാഫിനെ വെച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഈ 500 രൂപയ്ക്ക് പറ്റുമോ? പക്ഷെ ഇപ്പൊ AI വന്നതോടുകൂടി ഇതൊക്കെ ഓട്ടോമേഷനാണ്. ഇടയ്ക്ക് ഞാനൊന്ന് ഇടപെടണം, നോക്കണം ഇത് മുഴുവൻ ശരിയാണോ എന്നുള്ളത്. നോക്കൂ, ഇതുപോലെ ഈ പ്രസന്റേഷൻ ഇത് ഇന്ററാക്റ്റീവ് ആയിട്ടാണ് ഞാൻ അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വൊക്കാബുലറി ഒക്കെ. ഇത് സ്ലൈഡൊക്കെ ആയിട്ട് മാറി അവരുടെ ഓർമ്മേനെ പരിശോധിക്കുന്ന രീതിയിൽ ഇതൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്കും ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? മോണിറ്ററൈസ് ആക്കാം. അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇവിടെ പറയാം നമുക്ക്. വിഭവങ്ങൾ ഉപയോഗിച്ച് മാനവശേഷി പ്രയോജനപ്പെടുത്തൽ, കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത, വിദേശാശ്രയത്വം ഇല്ലാതാക്കൽ, അടിസ്ഥാന വ്യവസായങ്ങൾ, ഊർജോൽപാദനം എന്നിവയിലെ സ്വയം പര്യാപ്തത. അപ്പൊ വിഭവങ്ങൾ ഉപയോഗിച്ച് മാനവശേഷി പ്രയോജനപ്പെടുത്തൽ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വിഭവങ്ങൾ മുഴുവൻ ഉപയോഗിക്കണം. യൂട്യൂബ് ക്ലാസ് കിട്ടി കഴിഞ്ഞാൽ, ടെലിഗ്രാമിൽ എക്സാം ഇട്ടാൽ അതൊക്കെ ഉപയോഗിക്കണം. വിഭവങ്ങൾ ഉപയോഗിക്കണം. എന്നിട്ട് നിങ്ങളുടെ മാനവശേഷിയും കൂടി പ്രയോജനപ്പെടുത്തണം. കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമിക മേഖല, വ്യവസായം എന്ന് പറഞ്ഞാൽ ദ്വിതീയ മേഖല, തൃതീയ മേഖല, സേവന മേഖല. ഇതിലൊക്കെ സ്വയം പര്യാപ്തത കൈവരിക്കുക. വിദേശ ആശ്രയത്വം ഇല്ലാതാക്കൽ, അടിസ്ഥാന വ്യവസായങ്ങൾ, ഊർജോൽപാദനം എന്നിവയിലെ സ്വയം പര്യാപ്തത. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വിദേശ നയത്തിൽ പരസ്പര ബന്ധമുണ്ട്. അതിൽ പഞ്ചശീല തത്വങ്ങളുമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. എന്നാൽ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ അവിടെ സ്വാശ്രയത്വമാണ് വരിക. അവിടെ വിദേശ ആശ്രയത്വം ഇല്ല. അവിടെ സ്വാശ്രയത്വവും. എന്നാൽ ഇപ്പൊ ആസൂത്രണ കമ്മീഷൻ കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ ആഗോള ഗ്രാമം എന്നുള്ള സങ്കല്പമാണ് എന്ന് നമുക്ക് നവസാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പറയാം. ഗ്ലോബൽ വില്ലേജ് ആണ്. രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികൾ മാറി, സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ കുറഞ്ഞു. ഇത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് സ്വാശ്രയത്വം എന്ന് പറയുന്നത്. അപ്പോ ആസൂത്രണം, വികേന്ദ്രീകരണം, ജലസേചനം, വ്യവസായം, ദാരിദ്ര്യം ഇതെല്ലാം അടങ്ങിയ ഈ പഞ്ചവത്സര പദ്ധതിയുടെ ക്ലാസ് കഴിഞ്ഞു. ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ വലിയ സന്തോഷമായിരുന്നു. നിങ്ങൾക്ക് തുറന്ന് പറയാം, അഭിപ്രായം പറയാം. ഹായ് ഫ്രണ്ട്സ്, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് കാണുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. PSC ഹബ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറൊരു ആപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ടെലിഗ്രാമിൽ വന്നാൽ ഇടയ്ക്ക് ഞാൻ ഷെയർ ചെയ്യും. അതാണ് മാത്രം ഷെയർ ചെയ്ത് വെച്ചാൽ ഞങ്ങളുടെ എല്ലാ ലിങ്കും നിങ്ങൾക്ക് കിട്ടും.
ആപ്പ് വളരെ സുഖമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആപ്പിൽ, അത് നിങ്ങളുടെ മൊബൈലിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പിലാണ് ചോദ്യങ്ങൾ നടക്കുക. വിൻഡോജുവിൻ്റെ ആപ്പ് ഉണ്ട്, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയാൽ കിട്ടും. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ അതിൽ ഷെയർ ചെയ്യുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ദിവസവും, ചില ദിവസം എനിക്ക് തിരക്ക് വന്നാൽ ഞാൻ മാറ്റി വയ്ക്കും. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.